സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മുടെ അതിഥി BJP വക്താവ് അഡ്വക്കേറ്റ് ജയസൂര്യനാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, ഈ മണിക്കൂറുകളിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വാർത്ത നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന പ്രക്ഷോഭം തന്നെയാണ്. സാർ, ഇത്തരത്തിലൊരു സമരം, അതായത് പറയുന്നത് കോക്രോച്ച് പാർട്ടി CJP, അപ്പോൾ ഇങ്ങനെ ഒരു ഈ പാർട്ടിയുടെ ഈ സമരം എന്ന് പറയുന്നത് യുവാക്കളുടെ പേര് പറഞ്ഞാണ് സമരം നടക്കുന്നത്. സാർ, ഈ സമരം നീട്ടിക്കൊണ്ട്, അതായത് അല്പം നീണ്ടുപോയില്ലേ? ഇതിനെ തുടക്കത്തിലേ തന്നെ അതിന് വേണ്ട രീതിയിൽ എന്താണ് ചർച്ചയ്ക്ക് വിളിക്കേണ്ടത്, എന്താണ് ഇതിൽ അറിയേണ്ടത്? ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയോ? സർക്കാരിന് എന്താണ് ശരിക്കും ഇതിൽ പറ്റിയത്? എന്താണ് BJP ഇതിൽ കാണുന്ന ഈ സമരത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിലെന്താണ് BJP മുന്നോട്ട് എങ്ങനെ എന്ത് നടപടിയിലേക്ക് പോകും എന്നൊക്കെയാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്. ഒന്ന് പറയാമോ? ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്, പ്രധാനമന്ത്രി ഇന്ന് മുന്നോട്ട് വന്ന ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ഏറ്റവും അവസാനം സംസാരിച്ചത് പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞു, ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾക്കും ചെറുപ്പക്കാർക്കും ഒപ്പമാണ് രാജ്യം നിൽക്കുന്നത്, അതായത് ഭരണാധികാരികൾ നിൽക്കുന്നത്, പ്രധാനമന്ത്രി നിൽക്കുന്നത്. ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥി സമൂഹത്തിന്റെയും യുവ സമൂഹത്തിന്റെയും പ്രശ്നങ്ങളുടെ മേൽ ഏതൊക്കെ നിയമവിരുദ്ധമായ നടപടികൾ ഉണ്ടായാലും അതിനെ അതികർശനമായ രീതിയിൽ നേരിടുക തന്നെ ചെയ്യും എന്ന് പറയും. അത് കേവലം പറയുക മാത്രമല്ല ചെയ്തത്. നമുക്ക് ഈ പ്രശ്നത്തിന്റെ നാൾവഴികളിലൂടെ കടന്നുപോയാൽ അത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാവും. മെയ് മാസം 3-ാം തീയതിയാണ് ഈ നീറ്റ് പരീക്ഷ നടക്കുന്നത്. കൃത്യം 4-ാമത്തെ ദിവസമാണ്, 7-ാം തീയതിയാണ് ഇതിലെ ക്രമക്കേട് കണ്ടുപിടിക്കുന്നതും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അതിനെ തുടർ നടപടികൾ എടുക്കുന്നതും. 5-ാമത്തെ ദിവസം, അതായത് 8-ാം തീയതി, സംസ്ഥാന പോലീസിന് പരാതി കൊടുക്കുന്നു, സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിനെ രൂപീകരിക്കുന്നു, ക്രിമിനൽ ആയിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു. മെയ് 12-ന് പരീക്ഷ റദ്ദാക്കുകയും കേസ് CBIക്ക് വിടുകയും ചെയ്യുന്നു. എത്ര വേഗത്തിലാണ് എന്നോർക്കണം. മെയ് 3-ന് നടന്ന പരീക്ഷ 7-ന് ക്രമക്കേട് കണ്ടെത്തി, 12-ന് കേസ് CBIക്ക് വിട്ടു, 15-ന് വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചു. സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ചു എന്ന് മാത്രമല്ല, അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തു. നീറ്റ് പരീക്ഷ വീണ്ടും നടത്തും, ആരും ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം ഉറപ്പുകൊടുത്തു. മാത്രമല്ല, ഭാവിയിൽ രാജ്യത്തെ എല്ലാ നീറ്റ് പരീക്ഷകളും മൾട്ടി എൻക്രിപ്റ്റഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് CBT എന്ന രീതിയിലാക്കും എന്നും അദ്ദേഹം ഉറപ്പുകൊടുത്തു. അതായത് ഇപ്പോൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഒക്കെ പരീക്ഷ നടക്കുന്നത് പോലെ പേപ്പറും പേനയും ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ പേപ്പറും ഒന്നുമില്ലാതെ കംപ്ലീറ്റ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ കൂടി നടത്തും. ഇതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം കോടിക്കണക്കിന് ആൾക്കാർ എഴുതുന്ന പരീക്ഷയാണ് നീറ്റ്. ധാരാളം പുതിയ കേന്ദ്രങ്ങൾ ഉണ്ടാക്കേണ്ടി വരും, വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സംവിധാനങ്ങൾ വേണ്ടിവരും, അതിനെ മുഴുവൻ നിയന്ത്രിക്കേണ്ട സംവിധാനം വേണം. കാരണം ഇന്ത്യ ഒരു ചെറിയ രാജ്യമൊന്നുമല്ലല്ലോ. യൂറോപ്പ്, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, ഈ 4 മഹാഭൂഖണ്ഡങ്ങളിലുള്ള 96 രാജ്യങ്ങളുടെ മൊത്തം ജനസംഖ്യയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരൊറ്റ രാജ്യം. അവിടെ മറ്റേതെങ്കിലും ഒരു ചെറിയ രാജ്യത്തോട് താരതമ്യപ്പെടുത്താവുന്ന രീതിയിൽ ഒരു പരീക്ഷയൊന്നും നടത്താൻ പറ്റില്ല. എങ്കിൽ പോലും ആ സംവിധാനമെല്ലാം ഏർപ്പെടുത്തിയായിരിക്കും ഇനി പരീക്ഷ മുന്നോട്ട് പോകുന്നത് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ജൂൺ 21-ന് വീണ്ടും നീറ്റ് നടത്തി. ജൂലൈ 16-ന് അതിന്റെ ഫലം പ്രസിദ്ധീകരിച്ചു. ഇതിനിടയിൽ CBI 13 കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. ഇത്രയും വേഗത്തിൽ ഇന്ത്യ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഒരിക്കലും ഒരു നടപടിയും ഒരു ഗവൺമെന്റും കൈക്കൊണ്ടിട്ടില്ല. എന്നിട്ടും ഈ സമരം എന്നുള്ളത് ഒരൊറ്റ അജണ്ടയാണ് ഇന്ന് മുന്നോട്ട് വച്ചിരിക്കുന്നത്: വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം. ഞാൻ ചോദിക്കട്ടെ, വിദ്യാഭ്യാസ മന്ത്രി അങ്ങ് രാജിവെച്ചാൽ പിന്നെ എന്ത് ചെയ്യും? അപ്പോഴും സമരം തീരാൻ പോകുന്നില്ല. പ്രധാനമന്ത്രി രാജിവെക്കണം. വിദ്യാഭ്യാസ മന്ത്രിയും പ്രധാനമന്ത്രിയും കൂടെ രാജിവെച്ചാലും ഇവരുടെ സമരം തീരാൻ പോകുന്നില്ല. അപ്പോൾ ഈ സമരത്തിന്റെ ഉദ്ദേശം എന്താണ്? ഈ സമരത്തിന്റെ ഉദ്ദേശം എന്നുള്ളത് സമര രംഗത്ത് ചെന്ന് നിന്നാൽ അവിടെ മുഴങ്ങുന്ന മുദ്രാവാക്യങ്ങളിൽ നിന്ന് വളരെ വളരെ വ്യക്തമാണ്. ഞാൻ ഇപ്പോൾ അതിന്റെ മുദ്രാവാക്യങ്ങളുടെ കുറെ മലയാള പരിഭാഷ ഏതാനും എണ്ണം മാത്രം സമയക്കുറവുകൊണ്ട് ഞാനൊന്ന് കേൾപ്പിക്കാം.
ഞാൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് എന്നെ കേൾക്കുന്ന ആരും വിശ്വസിക്കേണ്ട. നിങ്ങൾക്കിത് നേരിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് നമ്മുടെ ഇന്ത്യയിലുണ്ട്. അത് മോഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അന്വേഷിച്ച് ബോധ്യപ്പെട്ടിട്ട് വിശ്വസിച്ചാൽ മതി. പക്ഷെ ഡൽഹിയിലെ സമരഭൂമിയിൽ ഇന്ന് എത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ വൻതോതിൽ മടങ്ങുകയാണ്. കാരണം കോക്രോച്ച് പാർട്ടിയുടെ പേരിൽ, വിദ്യാഭ്യാസത്തിന്റെ പേരിൽ, നീറ്റിന്റെ പേരിൽ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും വിളിച്ചു വരുത്തപ്പെട്ട വിദ്യാർത്ഥികൾ അവിടെ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച വളരെ വ്യത്യസ്തമായ കാഴ്ചയാണ്. അവർ കേൾക്കുന്ന മുദ്രാവാക്യം വളരെ വ്യത്യസ്തമായ മുദ്രാവാക്യങ്ങളാണ്. അപ്പോൾ അവിടെ കേട്ട ചില മുദ്രാവാക്യങ്ങൾ ഞാനൊന്ന് പറയാം. സീത കാ പതി ക്യാ കർ ലഗാ എന്ന് പറഞ്ഞാൽ സീതയുടെ ഭർത്താവ് ശ്രീരാമൻ എന്ത് ചെയ്യാനാണ്? ഇവിടെ സീതയുടെയും സീതാദേവിയുടെയും ശ്രീരാമന്റെ ഒക്കെ കാര്യം വലിച്ചിഴക്കേണ്ട എന്താ ആവശ്യം? RSS മുർദാബാദ്. RSS നീറ്റുമായിട്ട് എന്താ ബന്ധം? ബ്രാഹ്മണൻ മുർദാബാദ്. ബ്രാഹ്മണന് നീറ്റുമായിട്ട് എന്താ ബന്ധം? അതുപോലെ തന്നെ ഭാരത് തേരെ തുക്കടെ ഹോങ്കെ, അതായത് ഭാരതമേ നീ കഷണങ്ങളായി മുറിക്കപ്പെടും, കഷണങ്ങളാക്കപ്പെടും, ഇന്ത്യ രാജ്യത്തെ വെട്ടിമുറിക്കും. അവിടെ പറയുന്ന മുദ്രാവാക്യമാണ്. ഞങ്ങൾ ഹിന്ദുക്കളല്ല, ഞങ്ങളെ ഹിന്ദുക്കൾ എന്ന് വിളിക്കരുത്, വേറൊരു മുദ്രാവാക്യമാണ്. നമ്മളിലെല്ലാമുള്ള ശക്തി അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹു എന്ന പേരിന്റെ അർത്ഥം നമ്മളിലെല്ലാമുള്ള ശക്തി എന്നാണ്. ഏത് നീറ്റ് പരീക്ഷയുടെ സമരത്തിന് വിളിക്കുന്ന മുദ്രാവാക്യം. 370-ാം വകുപ്പ് പുനഃസ്ഥാപിക്കുക. 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞിട്ടാണ് ജമ്മു കാശ്മീരിനെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാക്കി മാറ്റിയത്. നമുക്ക് എല്ലാവർക്കും അറിയാം. അക്കാര്യത്തിൽ ജമ്മു കാശ്മീരുകാർക്ക് പോലും വിരോധമില്ല. പക്ഷെ ഇവിടെ 370-ാം വകുപ്പ് പുനഃസ്ഥാപിക്കണം. ഉമ്മർ ഖാലിദിനെ മോചിപ്പിക്കുക. CAA സമരത്തിന്റെ മറപറ്റി വലിയ വർഗീയ കലാപം അഴിച്ചുവിടാൻ ശ്രമിച്ച ഗൂഢാലോചനയിൽ കൊടും കുറ്റവാളിയായി പ്രഖ്യാപിക്കപ്പെട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുന്ന ഉമർ ഖാലിദിനെ മോചിപ്പിക്കുക. ഉമർ ഖാലിദും നീറ്റ് പരീക്ഷയുമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിക്കരുത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ നാമം മാത്രം അവശേഷിക്കും ഏത് നീറ്റ് പരീക്ഷയ്ക്കുള്ള മുദ്രാവാക്യമാണ്. ഇങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളിൽ നിന്ന് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. നീറ്റ് പരീക്ഷ എന്ന പേരിൽ കുട്ടികളെ കൂട്ടിയിട്ട്, യുവാക്കളെ കൂട്ടിയിട്ട് അതിന്റെ പേരിൽ മറ്റു പല അജണ്ടകളും ഒളിച്ചു കടത്തുന്ന ഒരു ശൈലി ഇവിടെയും ആവർത്തിക്കപ്പെടുകയാണ്. ഇവിടെയും എന്ന് ഞാൻ പറയാൻ കാരണമുണ്ട്. കർഷക സമരം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി, അവസാനം ഇന്ത്യ വിരുദ്ധ സമരം എന്ന മട്ടിലേക്കായി. അതുപോലെ CAA സമരം, പൗരത്വ വിഷയത്തിൽ സമരം തുടങ്ങി, അവിടെയും ഇതേ മുദ്രാവാക്യങ്ങളാണ് ഉണ്ടായത്. അപ്പൊ കർഷക സമരത്തിൽ വിളിച്ച മുദ്രാവാക്യവും CAA സമരത്തിൽ വിളിച്ച മുദ്രാവാക്യവും നീറ്റ് പരീക്ഷാ സമരത്തിൽ വിളിച്ച മുദ്രാവാക്യവും ഒരേ മുദ്രാവാക്യം തന്നെയാണ്, ഒരേ നേതാക്കൾ തന്നെയാണ്, ഒരേ താല്പര്യമാണ്, ഒരേ ലക്ഷ്യമാണ്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായില്ലേ? എന്താണ് ഈ സമരത്തിന് പിന്നിലുള്ള താല്പര്യം? സർ, അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഇത് സമരത്തിന്റെ താല്പര്യം എന്ന് പറയുമ്പോഴും ഇതിനെ സർക്കാർ മുൻകൂട്ടി കാണേണ്ടിയിരുന്നില്ലേ? ഇതിനെ ഇത്രയും വലിച്ചു നീട്ടി കൊണ്ടുപോകേണ്ട കാര്യമുണ്ടായിരുന്നു? അതായത് സർക്കാർ മുൻകൂട്ടി ചെയ്യേണ്ട എല്ലാ കാര്യവും അതീവ വേഗത്തിൽ ചെയ്തു തീർത്തു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി, പെട്ടെന്ന് തന്നെ തീരുമാനമെടുത്ത്, പെട്ടെന്ന് തന്നെ നടപടിയെടുത്ത് പ്രതികളെ 13 പേരെ അറസ്റ്റ് ചെയ്യുക വരെ ചെയ്തു. എന്നിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്ത് നടപടി മുന്നോട്ട് പോയി. പരീക്ഷയ്ക്ക് പകരം പരീക്ഷ നടത്തി, അതിന്റെ റിസൾട്ടും റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിച്ചു. എന്നിട്ടും അടങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ ലക്ഷ്യം പിന്നെ എന്താണ്? പിന്നെ എന്തു വേണമെന്നാണ്? അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചാൽ, പ്രധാനമന്ത്രി രാജിവെച്ചാൽ നീറ്റ് പരീക്ഷയുടെ തീരും എന്നാണോ? നീറ്റ് പരീക്ഷയുടെ പ്രശ്നം തീർക്കാനാണ്, ഭാവിയിൽ നീറ്റ് പരീക്ഷ സുഗമമായി നടക്കാനാണ് എങ്കിൽ അതിന് വേണ്ടതെല്ലാം സർക്കാർ ചെയ്ത് കഴിയുമ്പോഴും പിന്നെ എന്തിനാണ് ഈ രാജി എന്ന് പറയുന്ന ലക്ഷ്യം? അല്ല സാർ, രാജിയുടെ കാര്യമല്ല സാർ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. രാജിയുടെ കാര്യമല്ല. അതായത് സാർ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ സമരം, ഇങ്ങനെ ഒരു പേര്, സോഷ്യൽ മീഡിയ കൂട്ടായ്മ, അതിലൂടെ ഉണ്ടായ ഒരു നീക്കം സാർ, ഇവിടെ ഈ രാജ്യത്ത് പിന്നെ രാജ്യ തലസ്ഥാനത്ത് ഈ സമരം ഇത്രയും നടക്കുമ്പോൾ ഇതൊരു തെറ്റാണ് എന്നുണ്ടെങ്കിൽ ഈ രാജ്യത്ത് ഒരു പ്രതിപക്ഷമുണ്ട്. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഉൾപ്പെടെയുള്ളവരാണ് പ്രതിപക്ഷത്തുള്ളത്. സാർ, അതിനൊരു നാഥനില്ലാതെ ഇത്രയും നാൾ നീണ്ടുപോയി കഴിഞ്ഞിട്ടാണ് ഈ പാർട്ടിയുടെ ഈ സമരത്തിനെ അവർ കയറി ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും ഒരു പ്രതിപക്ഷം പോലും ഇല്ലായിരുന്നു. ഒരു കോക്രോച്ച് പാർട്ടി വരേണ്ടി വന്നു, ഒരു പിഴവുണ്ടായാലും ഇല്ലെങ്കിലും അതിനെ വെളിച്ചത്ത് കാണിക്കാൻ. അപ്പോൾ അത് കോൺഗ്രസ് അതിനെ പിന്നെ ഇപ്പം നേരത്തെ കെജ്രിവാൾ പറഞ്ഞതുപോലെ കോക്രോച്ച് പാർട്ടിയുടെ പേര് ഇപ്പോൾ പോയി. ഇപ്പം അതിൻ്റെ എല്ലാ ഇതും മറ്റേ മണ്ണും ചാരി നിന്നവർ അല്ലെങ്കിൽ ഒട്ടകത്തിന് ഇടം കൊടുത്തു എന്നൊക്കെ പറയുന്ന പോലെ
കോൺഗ്രസ് അതിൻ്റെ ആ ഒരു ശരിക്കുള്ള ഇത് അങ്ങ് എടുക്കുകയാണ്, അതിൻ്റെ ക്രെഡിറ്റ് മൊത്തത്തിൽ. അപ്പോൾ അതിനൊരു ഇട എന്തിനുണ്ടാക്കി കൊടുത്തു എന്നൊരു ചോദ്യമാണ് ഞാൻ ചോദിച്ചതിൻ്റെ അർത്ഥം. ഓക്കെ, ഇവിടെ ഈ പ്രശ്നമുണ്ടായി 31ാമത്തെ ദിവസമാണ് കോക്രോച്ച് പാർട്ടി ഉണ്ടായി സമര രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ കോൺഗ്രസ് ഇല്ല, കമ്മ്യൂണിസ്റ്റുകാരില്ല, ആം ആദ്മി പാർട്ടി ഇല്ല, ആരുമില്ല. അതും കഴിഞ്ഞിട്ട് പിന്നീട് സമരത്തിന് ആളെ കൂട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് വന്നപ്പോഴാണ് കോൺഗ്രസ് പാർട്ടിയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ചാടി വീണ് അവരുടേതാക്കി മാറ്റി ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. ഇതിൽ കേജ്രിവാൾ രംഗത്ത് വന്നതോടെയാണ് കോൺഗ്രസിന് അനക്കം വെച്ചത്. കേജ്രിവാൾ ക്രെഡിറ്റ് കൊണ്ടുപോകരുത്, അതുകൊണ്ട് കോൺഗ്രസ് ചാടി ഇറങ്ങി. അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടി ക്രെഡിറ്റ് കൊണ്ടുപോകരുത്, അതുകൊണ്ട് കോൺഗ്രസ് ചാടി ഇറങ്ങി. അപ്പോൾ വളരെ വൈകി ഇത്തരം ചില രാഷ്ട്രീയ നാടകങ്ങളിലൂടെയാണ് ഇപ്പോൾ ഇത് കടന്നു പോകുന്നത്. എന്നാൽ ഇതിന്റെ പിന്നിൽ ഇതിന്റെ വലിയ ചാലകശക്തിയായിട്ട് നിൽക്കുന്നത് ഇവരാരുമല്ല. ഈ FCRA എന്ന രീതിയിൽ വിദേശത്ത് നിന്ന് വൻതോതിൽ ഫണ്ട് വന്നുകൊണ്ടിരുന്ന വാങ്ചുക്ക് അടക്കമുള്ള ആൾക്കാർ നിയമവിരുദ്ധമായ രീതിയിൽ FCRA പണം തട്ടിപ്പും തിരിമറിയും നടത്തിയതിന്റെ പേരിൽ വാങ്ചുക്കിന്റെ FCRA ലൈസൻസ് കട്ടായി. അദ്ദേഹത്തിന് കേന്ദ്ര ഗവൺമെന്റിനോട് നല്ല വിരോധമുണ്ട്. ഇതുപോലെ FCRA സുഗമമായി ആയിരക്കണക്കിന് കോടി രൂപ കൈപ്പറ്റിക്കൊണ്ടിരുന്ന പലർക്കും വിഷമമുണ്ട്. അവരുടെയൊക്കെ ശക്തമായ പിന്തുണ ഈ പ്രക്ഷോഭത്തിന്റെ പിന്നിലുണ്ട്. കാരണം പണ്ട് കർഷക സമരത്തിന് വലിയ തോതിൽ പണം മുടക്കി ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്നിരുന്നത് പോലെ തന്നെ ഇപ്പോൾ ഒരു വലിയ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഇതിന്റെയൊക്കെ 10 ഇരട്ടി വലിയ തട്ടിപ്പുകൾ, ഞാൻ വേണമെങ്കിൽ അതിന്റെ ലിസ്റ്റ് തന്നെ തരാൻ തയ്യാറാണ്. ഒരു 10 PSC തട്ടിപ്പുകൾ ഇവിടെ നടന്നു. ഇവിടെ ഒരു സാംസ്കാരിക നായകനോ ബുദ്ധിജീവിയോ സിനിമാക്കാരോ ആരും അനങ്ങിയില്ലല്ലോ. LDF UDF മിണ്ടിയില്ലല്ലോ. ഡൽഹിയിലായപ്പം ഇവർക്കെല്ലാം ശബ്ദമുണ്ടായി, ഇവരെല്ലാം പ്രതികരിച്ചു. ഇവർ ഡൽഹിയിലേക്ക് വലിയ തീർത്ഥാടനമാണല്ലോ, വലിയ ഒഴുക്കാണല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സമരം കൃത്യസമയത്ത് തന്നെ അവസാനിപ്പിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും ഗവൺമെന്റ് കൈക്കൊണ്ടുവെങ്കിൽ പോലും ഇത്തരം ഒരു മുന്നേറ്റം വരുന്ന സമയത്ത് അതിനെ അടിച്ചമർത്താൻ നമ്മുടെ രാജ്യം ചൈനയല്ല. നമ്മുടെ രാജ്യം മറ്റേതെങ്കിലും ഒരു ഏകാധിപത്യ രാജ്യവുമല്ല, ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ടാണല്ലോ പ്രധാനമന്ത്രിയുടെ വസതിക്കരികെ വരെ നിരോധിത മേഖലയാണെന്ന് അറിയാമായിട്ടും പ്രതിപക്ഷ നേതാവിനെ പോലെ ഉത്തരവാദിത്വമില്ലാതെ പെരുമാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. അതായത് അതിനു മുമ്പ് കേന്ദ്രമന്ത്രി സംസാരിച്ചു രാഹുൽ ഗാന്ധിയോട്, നമുക്ക് ചർച്ച നടത്താം, പാർലമെന്റിനകത്താണെങ്കിലും പുറത്താണെങ്കിലും. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ അംഗീകരിച്ചതിന് ശേഷം വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ആൾക്കാരെ മല്ലികാർജുന ഖാർഗെയുടെ അത്താഴ വിരുന്നാണ്, അന്ന് ജന്മദിനമാണ്, അതിന് വരണമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൂട്ടിയിട്ട് നേരെ സമരത്തിലേക്ക് കടക്കുകയാണ്. അതായത് സ്വന്തം MP-മാരെയും പറ്റിച്ചു, നാട്ടുകാരെയും പറ്റിച്ചു. എന്നിട്ട് അവിടെ നിയമവിരുദ്ധമായ രീതിയിൽ പെരുമാറിയത് എന്തുകൊണ്ട് എന്ന് രാഹുൽ ഗാന്ധിയോട് ചോദിച്ചപ്പോൾ എനിക്ക് അപ്പോൾ അങ്ങനെ തോന്നി, പിന്നീട് ഇങ്ങനെ തോന്നി, അതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന മറുപടിയാണ് അദ്ദേഹം പറയുന്നത്. അതായത് പ്രശ്നം നടക്കുമ്പോൾ പട്ടായയിലായിരിക്കുകയും മുതലെടുക്കുന്ന സമയത്ത് ഓടി വന്ന് മുൻപിൽ കയറി നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രതിപക്ഷം. അതല്ലേ നമ്മളിവിടെ കണ്ടത്. ഇപ്പോഴേതായാലും ആ പ്രതിപക്ഷത്തെയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പാളയത്തിൽ പട തുടങ്ങിയിരിക്കുന്നു. അതായത് നേതൃത്വം ആർക്ക് വേണമെന്നുള്ളതിനെ ചൊല്ലി ഇപ്പോൾ തമ്മിൽ തല്ല് ആരംഭിച്ചിരിക്കുന്നു. വാങ്ചുക്കിന്റെ ഭാര്യ പോലും മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു, ഇത് മറ്റാരോ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു, സമരം നമ്മുടേത്, പട്ടിണി കിടന്നത് നമ്മള്, അതിന്റെ ക്രെഡിറ്റ് അടിക്കുന്നത് മറ്റുള്ളവര് എന്ന് വാങ്ചുക്കിന്റെ ഭാര്യ തന്നെ പരസ്യമായി പ്രസ്താവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം വളരെ ശക്തമായി വരുന്നു, മുന്നോട്ട് വരുന്നു. ഇതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ നടക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഈ സമരത്തെ രക്ഷിക്കേണ്ട ബാധ്യതയിലേക്കാണ് സമര നേതാക്കന്മാരും പ്രവർത്തകരും ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സർ, ഒന്നുകൂടെ നമുക്കിതിൽ പറഞ്ഞു വെക്കേണ്ടതല്ലേ സാർ, ഇപ്പോൾ നടക്കുന്ന ഈ ലോക്സഭ രാജ്യസഭാ സമ്മേളനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ INDA മുന്നണിയെ ഒന്നും അല്ലാത്ത രീതിയിൽ പോകത്തക്ക രീതിയിൽ ഒരു വളരെ പ്രമുഖമായ കുറച്ച് ബില്ലുകൾ പാസ്സാകേണ്ടത് ഉണ്ടായിരുന്നില്ലേ? അതിനെയൊക്കെ തടയിടാനുള്ള ഒരു വൻ ഡ്രാമയല്ലേ ഈ നടന്നതൊക്കെ? ഒന്ന് FCRA ബില്ല്, 2 ഏകീകൃത സിവിൽ കോഡ്, മണ്ഡല പുനർനിർണയം, ഇങ്ങനെ തുടങ്ങി അവർ ശരിക്കും സാർ ഇപ്പോൾ പറഞ്ഞു വെച്ചതുപോലെ ഇന്ത്യ മുന്നണി 7 കീറായിട്ട് നിൽക്കുന്ന ഈ അവസരത്തിൽ ഇങ്ങനെ രാജ്യസഭയും ലോകസഭയും ചേരുമ്പോൾ ഈ ഒരു നാടകം, ഇത് ശരിക്കും ഇവരുണ്ടാക്കിയ ഒരു നാടകമല്ലേ? അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം. വേറെ മാർഗം അത് മാത്രമല്ല ഇപ്പൊ താങ്കൾ പറഞ്ഞതൊക്കെ ശരിയാണ്. അത് മാത്രമല്ല ഇവര് ഇന്ത്യ മുന്നണിയുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ നോക്കി പരാജയപ്പെടുകയാണ്. ഒരു മീറ്റിംഗ് വിളിച്ചാൽ വരാൻ ആളില്ല.
അപ്പോൾ വരാൻ ആളില്ലാതെ വരുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ മുഖം രക്ഷിക്കണമെങ്കിൽ വിഷയം മാറ്റി രക്ഷപ്പെടണം. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുന്നണി മീറ്റിംഗ് പോലും വിളിച്ചു കൂട്ടാൻ വയ്യാതെ വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം മറ്റേതെങ്കിലും ഒരു ചെപ്പടി വിദ്യ കാണിക്കണം. അതിന് കിട്ടിയ ഒരവസരം അവർ ഉപയോഗപ്പെടുത്തി പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സ്വന്തം മുന്നണിയെ ഒറ്റക്കെട്ടായി നിർത്താൻ കഴിയില്ല. പാർലമെന്റിനകത്ത് ചെല്ലാൻ എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത്? പ്രതിപക്ഷം പാർലമെന്റിനകത്ത് ചെന്നാൽ ഭരണപക്ഷത്തിന് 2/3 ഭൂരിപക്ഷം അവിടെ കാണാൻ സാധിക്കും. പ്രതിപക്ഷം തകർന്നു വീഴുന്നത് കാണേണ്ട ഗതികേട് വരും. അതുകൊണ്ട് പാർലമെന്റിനകത്ത് കയറാൻ ഭയമായതുകൊണ്ടാണ് പാർലമെന്റിന് പുറത്തു നിന്ന് ഇത്തരം നാടകങ്ങൾ ഇവർ കളിക്കുന്നത്. ഏതായാലും ഇനിയിപ്പോൾ ഇത് എന്തായി തീരുമെന്ന് നമുക്ക് ഏതാണ്ട് ധാരണയായി. കാര്യം ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു, ചർച്ചയ്ക്ക് വരും, നമുക്ക് സംസാരിക്കാം, അത് എവിടെയായാലും എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് നോക്കാം നാളെ ഇത് ഇങ്ങനെ വലിയ ബഹളത്തോടെ വന്നിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുതലെടുക്കാൻ ശ്രമിക്കുന്നവരൊക്കെ എന്ത് മറുപടിയായിരിക്കും ഇനി പറയുന്നതെന്ന്. വിഷയത്തിൽ പ്രതികരിച്ചതിൽ നന്ദി. താങ്ക് യു സാർ. താങ്ക് യു. നമസ്കാരം.